യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിന്റെ മറ്റൊരു പ്രഭാത വചന ധ്യാനത്തെങ്കിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങൾ നമുക്ക് ഉൽപ്പത്തി പുസ്തകം 28 അധ്യായം 16-17 വാക്യങ്ങൾ വായിച്ച് ധ്യാനിപ്പാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിച്ചു. ഇന്ന് നമ്മൾ അതിൻ്റെ 18 വാക്യം മുതലുള്ള വേദഭാഗങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഞാൻ ആഗ്രഹിക്കുന്നു തുടർന്നുള്ള ഈ അധ്യായത്തിലെ വാക്യങ്ങൾ ഇന്ന് പൂർത്തീകരിപ്പാൻ. അതുകൊണ്ട് നമുക്ക് വാക്യം 18 മുതലുള്ള ചിന്തകൾ നമുക്ക് ചിന്തിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. യാക്കോബ് അതികാലത്ത് എഴുന്നേറ്റ് തലേണയായി വെച്ചിരുന്ന കല്ലെടുത്ത് തൂണായി നിർത്തി അതിന്മേൽ എണ്ണ ഒഴിച്ചു. അവൻ ആ സ്ഥലത്തിന് ബഥേൽ എന്ന് പേർ വിളിച്ചു. ആദ്യം ആ പട്ടണത്തിന് ലൂസ് എന്ന് പേരായിരുന്നു. മകനെ, ഈ ഒരു വളരെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഈ ദർശനത്തിൽ യാക്കോബ് കണ്ടു. കാണുക മാത്രമല്ല, അവൻ ദൈവത്തിൽ നിന്ന് കേൾക്കുകയും ചെയ്തു. ദൈവം നമുക്ക് ദർശനം തരിക മാത്രമല്ല, ആ ദർശനത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുന്നതായ ദൈവമാണ്. ദർശനങ്ങളെക്കുറിച്ച് നമുക്ക് വലിയൊരു ധാരണ ഇല്ലായിരിക്കാം. പക്ഷേ വിശുദ്ധ ബൈബിളിൽ അനേക ദൈവമക്കൾക്ക് ദൈവം ദർശനങ്ങൾ കൊടുക്കുന്നുണ്ട്. എല്ലാ സ്വപ്നങ്ങളും ദർശനങ്ങളല്ല. ദൈവത്തിൽ നിന്നുള്ള ദർശനം എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് ആ ദർശനം നമ്മൾ കാണുമ്പോൾ നമുക്ക് തന്നെ പൂർണ്ണമായി ബോധ്യമായി തീരും. ഇതിലൂടെ ദൈവം എന്നോട് എന്തോ സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നുണ്ട്. വിശുദ്ധ ബൈബിളിൽ ദർശനം കണ്ട ആളുകൾ അവർ ഭയപരവശരായെന്നും അവർ ദൈവദാസന്മാരുടെ അടുക്കിലേക്ക് ചെന്നു എന്നും അവർ അതിൻ്റെ വ്യാഖ്യാനത്തിന് വേണ്ടി ആഗ്രഹിച്ചു എന്നും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. രാജാക്കന്മാർ മുതൽ സാധാരണക്കാർ വരെ അവർ ദൈവം കൊടുത്തതായ ദർശനങ്ങൾ കണ്ടു എന്നും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവം നമ്മളോട് സംസാരിക്കുന്നത് പല രീതിയിലാണ്. ദൈവം നമ്മളോട് ദർശനങ്ങളിലൂടെ ദൈവം സംസാരിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമ്മളോട് സംസാരിക്കുന്നു. ദൈവഭൃത്യന്മാരിലൂടെ അവർ പ്രസംഗിക്കുന്ന വചനത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുന്നു. പ്രകൃതിയിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുന്നു. ഏതെങ്കിലും ഒരു സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ദൈവം നമ്മളോട് സംസാരിക്കുന്നു. പലപ്പോഴും പല ആളുകളും പറയുന്ന ഒരു കംപ്ലൈൻ്റ് ആണ്, ദൈവം എന്നോട് ഒന്നും സംസാരിക്കുന്നില്ല, എനിക്ക് ദൈവത്തിൻ്റെ സംസാരം കേൾക്കുവാൻ കഴിയുന്നില്ല. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, വിശുദ്ധ ബൈബിളിൽ ദൈവം വളരെ സോഫ്റ്റായിട്ട് സംസാരിച്ച അനുഭവങ്ങളുണ്ട്. പക്ഷേ അതിനുവേണ്ടി നാം നമ്മളുടെ ആത്മീക കണ്ണും നമ്മളുടെ ആത്മീക കാതും തുറന്നെങ്കിൽ മാത്രമേ നമുക്ക് ദൈവശബ്ദം കേൾക്കുവാൻ കഴിയത്തുള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ദൈവം ആത്മാവായതുകൊണ്ട് ആ ആത്മാവായ ദൈവത്തെ നമ്മൾ ആത്മാവിലൂടെയാണ് അനുഭവിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് യേശുക്രിസ്തു ശമരിയക്കാരി സ്ത്രീയോട് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട്, ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ദൈവത്തെ നമസ്കരിക്കുന്നതിലാണ് ഈ ദർശനങ്ങളും വെളിപ്പാടുകളും ദൈവത്തിൻ്റെ ശബ്ദങ്ങളും നമുക്ക് കേൾക്കുവാൻ കഴിയുന്നത്. എങ്ങനെയാണ് നമ്മൾ ആത്മാവിൽ അവനെ ആരാധിക്കുന്നത്? നമ്മളുടെ ആത്മാവ്, ഈ ആത്മാവിനെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, നമ്മുടെ അകത്തെ മനുഷ്യൻ, ആത്മമനുഷ്യൻ നമ്മുടെ പുറം മനുഷ്യനെ പോലെ തന്നെ, എന്നാൽ അതേ പ്രകൃതമല്ലാതെ ആത്മരൂപത്തോടു കൂടിയുള്ള ഒരു വ്യക്തിത്വം നമ്മുടെ ഉള്ളിലുണ്ട്. ആ വ്യക്തിത്വം ദൈവവിഷയപരമായിട്ട് സമ്പന്നമായിരുന്നാലേ, ആരോഗ്യം പ്രാപിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഭൗതിക ശരീരത്തിൽ ഉള്ള ചെവി പോലെ, ഉള്ള കണ്ണ് പോലെ നമുക്ക് കേൾക്കുവാനും കാണുവാനും കഴിയത്തുള്ളൂ. പ്രവാചകൻ പ്രാർത്ഥിച്ചതിനെക്കുറിച്ച് നമുക്ക് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ വായിക്കാൻ കഴിയുന്നുണ്ട്, ദൈവമേ എൻ്റെ ഈ ഭൃത്യൻ്റെ കണ്ണ് തുറക്കണമേ. ഫിസിക്കൽ ഐയെക്കുറിച്ചല്ല പറയുന്നത്, മറിച്ച് ആത്മീക കണ്ണിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ ആത്മീയമായ ദർശനങ്ങൾ കാണണമെങ്കിൽ നമ്മളുടെ അകത്തെ മനുഷ്യൻ ശക്തി പ്രാപിച്ചേ മതിയാവുകയുള്ളൂ. യാക്കോബിൻ്റെ ജീവിതത്തിൽ അപ്രകാരമുള്ള ഒരു അനുഭവം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം യാക്കോബ് ദൈവത്തെ ഭയപ്പെടാൻ കാരണം, അവന് ദൈവഭക്തി ഉണ്ടാകാൻ കാരണം ദൈവത്തെക്കുറിച്ചുള്ളതായ ഒരു ആത്മീക ചിന്ത യാക്കോബിലുണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ഒരു ആത്മീകമായ ചിന്ത, ഒരു ആത്മീകമായ ഒരു ചായ്വ് നമ്മളിൽ ഉണ്ടെങ്കിൽ അതിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കും. ഞാൻ പറയുന്നതിൻ്റെ ചുരുക്കം, ആരാണോ ആത്മീകമായി അവർ ശക്തിയുള്ളവർ, ദൈവവിഷയപരമായി സമ്പന്നരായി തീരുന്നത്, അവർക്ക് അവരുടെ ആത്മീയ കണ്ണുകൊണ്ട് ദർശനങ്ങളെ കാണുവാനും ദൈവശബ്ദം കേൾക്കുവാനിടയായി തീരും. ഒരാൾ സംസാരിക്കുമ്പോൾ പോലും അതിൽ ദൈവശബ്ദമുണ്ടെന്ന് നമുക്ക് സെൻസ് ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ ആത്മീക ചെവികൾ കൊണ്ടാണ്. എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരാൾ സംസാരിക്കുമ്പോൾ, ഒരു പാട്ട് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു വേദഭാഗം വായിക്കുമ്പോൾ അതിലൂടെ ദൈവം എന്നോട് സംസാരിക്കുന്നുവെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുവാൻ എന്നെ സഹായിക്കുന്നത്
നമ്മളിലുള്ള ആ ആത്മീയ മനുഷ്യൻ്റെ സജീവതയാണ്. അതുകൊണ്ട് ഇതെന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും നമ്മുടെ ആത്മീക ജീവിതത്തിന് വളരെ പ്രാധാന്യം കൊടുക്കണം. എങ്ങനെയാണ് നമ്മുടെ ആത്മമനുഷ്യൻ വളരുന്നത്? നമ്മുടെ ഭൗതിക മനുഷ്യൻ എങ്ങനെയാണ് വളരുന്നത്? നമ്മുടെ ഫിസിക്കൽ ബോഡി വളരുന്നത് നമ്മൾ നല്ല ആഹാരം കഴിക്കുന്നത് കൊണ്ട്, അതുപോലെ നമ്മൾ നല്ല എക്സസൈസുകൾ ചെയ്യുന്നത് കൊണ്ട്, അതുപോലെ തന്നെ നമ്മൾ പോഷക ഗുണമുള്ളതായ കാര്യങ്ങൾ കുടിക്കുന്നത് കൊണ്ടൊക്കെയാണ് നമുക്ക് ആരോഗ്യം ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ആത്മീയ മനുഷ്യൻ ആരോഗ്യം കിട്ടണമെങ്കിൽ നമ്മൾ ആത്മീയമായത് ഭക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ദൈവവചനം കേൾക്കണം, പ്രാർത്ഥിക്കണം, ദൈവത്തെ ആരാധിക്കണം, ദൈവം പറയുന്നത് പോലെ ചെയ്യണം. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ ഈ സ്പിരിച്വൽ ബീയിങ് അല്ലെങ്കിൽ സ്പിരിച്വൽ മാൻ അത് കൂടുതൽ ശക്തമായി തീരും. അപ്പോഴാണ് നമുക്ക് നന്നായി കാണാൻ കഴിയുന്നത്. അപ്പോഴാണ് നമുക്ക് നല്ലവണ്ണം കേൾക്കാൻ കഴിയുന്നത്. ഇവിടെ യാക്കോബ് ദൈവശബ്ദം കേട്ടു, ദർശനം കണ്ടു. ആ ദർശനത്തിലൂടെ ദൈവം യാക്കോബിനോട് സംസാരിച്ചു. എന്നിട്ട് നമ്മളിവിടെ വായിക്കുന്നു, യാക്കോബ് അതികാലത്ത് എഴുന്നേറ്റ് തലേണയായി വച്ചിരുന്ന കല്ലെടുത്ത് തൂണായി നിർത്തി. ഇന്നലെ വൈകുന്നേരം മുതൽ ഈ പ്രഭാതം വരെ ആ കല്ല് ഒരു തലേണയായിട്ട് തന്നെയാണ് യാക്കോബിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നത്. പക്ഷേ യാക്കോബ് എന്തെങ്കിലും ചിന്തിച്ചോ? ഇതിനു മുമ്പ് ഒരു ദിവസം ചിന്തിച്ചോ ഈ കല്ല് ഒരു തൂണായി മാറുമെന്ന്? അതെ, എത്ര പെട്ടെന്നാണ് മാറ്റം വരുന്നത്. ദൈവം നമ്മളോട് സംസാരിച്ചാൽ, ദൈവത്തിൻ്റെ ശബ്ദം നമ്മൾ കേട്ടാൽ, ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു ദൂതായി പറയാൻ ആഗ്രഹിക്കുന്നു, ഒരു പ്രവചനമായി പറയുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ അവസ്ഥകളെല്ലാം ദൈവം രൂപാന്തരപ്പെടുത്താൻ പോകുകയാണ്. ഇന്നലെ വരെ ഒരു കല്ല് തലയണയായെങ്കിൽ നാളെ അതിനൊരു തൂണാക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിയും. എന്ന് മാത്രമല്ല, ആ സ്ഥലത്തിന് പേരും കൂടെ വ്യത്യാസം വന്നു. ലൂസ് എന്നുള്ളതായ സ്ഥലപ്പേര് മാറി ബഥേൽ, ദൈവഭവനം എന്നുള്ളതായ പേര് ആ സ്ഥലത്തിനുണ്ടായി. ഒരാൾ ഒരു സ്ഥലത്തിനൊരു പേരിട്ടത് കൊണ്ട് ആ സ്ഥലത്തിൻ്റെ പേര് മാറുമോ? ഇല്ല, ഒരിക്കലുമില്ല. ഇപ്പോൾ ഞാനൊരു സ്ഥലത്തൂടെ യാത്ര ചെയ്തു പോകുമ്പോൾ ഞാൻ പറയുകയാണെന്ന് ഈ സ്ഥലത്തിന് പെനിയേൽ എന്ന് പേരായിത്തീരും, ഈ സ്ഥലത്തിന് എബനെസർ എന്ന് പേരായിത്തീരുമെന്ന് ഞാൻ പറഞ്ഞാൽ ഒരിക്കലും നമ്മുടെ നാട്ടിൽ ഒരു സ്ഥലത്തിൻ്റെ പേര് മാറുകയില്ല. പക്ഷേ ദൈവത്താൽ പ്രേരിപ്പിക്കപ്പെട്ട് നാം പറയുന്നതായ ഒരു പേര് ആ ദേശത്തിന് വരുവാനിടയായിത്തീരും. അതാണ് ദൈവമായിട്ടുള്ള സമ്പർക്കത്തിൽ സംഭവിക്കുന്നത്. നിന്റെ ഹൃദയത്തിൽ ആഗ്രഹം എന്താണോ അത് ദൈവം നിറവേറ്റുവാനിടയായിത്തീരും. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ആത്മീയ വിഷയപരമായി, ദൈവവിഷയപരമായി നാം സമ്പന്നരായി തീരണം, ആരോഗ്യമുള്ളവരായി തീരണം. അത് യാക്കോബ് ആ സ്ഥലത്തിന് ബഥേൽ എന്ന് പേർ വിളിച്ചു, ദൈവത്തിൻ്റെ ഭവനം. അതെ, നമ്മുടെ ജീവിതം ദൈവത്താൽ അനുഗ്രഹപ്രദമായി തീരട്ടെ. അത് ഈ വചനം നമ്മളോട് ഇന്ന് ദൈവം സംസാരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് പറയുന്നു, നിന്റെ ജീവിതത്തിലും ഇതുപോലെ ഇന്നലകളിൽ എന്തായിരുന്നോ നമുക്ക് ഭാരമുള്ളതായ വിഷയം, നമുക്ക് മറ്റുള്ളവരോട് പറയുവാൻ ഒട്ടും കഴിയാത്തതായ വിഷയത്തെ ദൈവം ഒരു അനുഗ്രഹമാക്കി മാറ്റി നിന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ ദൈവത്തിന് സാധിക്കും. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയപിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച ഈ വചനത്തിനായി സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായ ആകസ്മികമായ കാര്യങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ അത് ഞങ്ങൾക്ക് അത്ഭുതങ്ങളായും ജീവിതത്തിൻ്റെ വഴിത്തിരിവുകളാക്കിയും അങ്ങ് മാറ്റുന്നതിനായി നന്ദി പറയുന്നു. ഇന്നലെ വരെ തലേണയായ കല്ലായിരുന്നതിനെ ഒരു തൂണാക്കി മാറ്റുവാനും അതിന്മേൽ അഭിഷേക തൈലമായ എണ്ണ ഒഴിക്കുവാനും സാധിച്ചെങ്കിൽ അത് ദൈവത്താൽ മാത്രമേ സംഭവിക്കുകയുള്ളൂ. കർത്താവേ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരുടെ ജീവിതത്തിലും അവരുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ, അവരുടെ സാഹചര്യങ്ങളെല്ലാം നീ അവർക്കൊരു അനുഗ്രഹമാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹപ്രദമായി തീർന്നു ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു ആൾ.